ഡാക്കു മഹാരാജ് നമ്മുടെ ബാലഗിരി എന്നാണ് അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സിനിമകളാണ്. കാരണം എന്ന് കഴിഞ്ഞാൽ ഒരു മലയാളി പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ലോജിക് എന്ന് പറഞ്ഞ സാധനം ഒരു വസ്തുവിലും ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ചിലപ്പോൾ കൈ ഉയർത്തി കഴിഞ്ഞാൽ ഒരു വീടൊക്കെ മറിയും, ചിലപ്പോൾ കൈ ഉയർത്തി ഒരു അടിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ മറിയും, പൊട്ടും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമയിൽ. പക്ഷെ ഡാക്കു മഹാരാജ് പറഞ്ഞ വളരെയധികം എന്താ പറയുക, ക്ലാസ് ആയിട്ട് എന്ന് വെച്ചാൽ ക്ലാസ്സും മാസും ഒരു ആക്ഷൻ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പക്ഷെ ഇതുവരെ ഞാൻ കണ്ടതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവി തെലുങ്കിൽ നല്ലൊരു ആക്ഷൻ മൂവി കണ്ടിരിക്കുന്നത് ഡാക്കു മഹാരാജാണ്. കാരണം ബാലയെക്കുറിച്ച് പലതും പറയാനുണ്ട്, ബാലകൃഷ്ണനെ കുറിച്ച് പലതും പറയാനുണ്ടെങ്കിൽ പോലും പക്ഷെ ഇതൊരു മൂവി ഒരു എന്താ പറയുക മേക്കിങ്ങിലായിക്കട്ടെ, ബോബി കൊല്ലി എന്ന് പറഞ്ഞ വ്യക്തിന്റെ മേക്കിംഗ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ്. കാരണം അദ്ദേഹം എവിടെയാണോ ഒരു മാസ് വേണ്ടത് അവിടെ മാസ് കൊടുത്തിട്ട് ബാക്കിയെല്ലാം തന്നെ കഥയ്ക്കും അതിൻ്റെ ഉള്ള ആ ഒരു സ്റ്റോറിക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. കാരണം ചില സമയത്തൊക്കെ നമ്മുടെ ഈ മ്യൂസിക് ഡയറക്ടർ തമൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക് കണ്ടതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക് എന്ന് ഞാൻ പറയാൻ പറ്റും. കാരണം അത്രമാത്രം എന്താ പറയുക ഗൂസ് ബംസ് എടുക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ മ്യൂസിക് പാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് സിനിമ ഞാൻ അധികം കാണാറില്ല. ഒന്നാമത്തെ കാര്യം ബാലകൃഷ്ണന്റെ മൂവി പറഞ്ഞാൽ ഒരുപാട് അൺലോജിക്കായിരിക്കും, മെയിൻ മൂവീസ് ഉണ്ടായിരിക്കുക, അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ കാണാത്തത്. പക്ഷേ ഈ മൂവിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞപ്പോൾ, കാരണം എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ഒരു മൂവിയാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം നല്ല രീതിയിൽ മേക്കിംഗ് ഉണ്ട്, അതിന് അത്ര നല്ല രീതിയിൽ കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കാരണം ഒരു എന്താ പറയുക, ഈ ബാലകൃഷ്ണനെ എങ്ങനെയൊക്കെ നമ്മൾ സാധാരണ മൂവി കണ്ടിട്ട് അതൊക്കെ തന്നെ ഒരു പാർട്ടിൽ കുറച്ചുകൊണ്ട് വെച്ചാൽ ഒരു 100% എപ്പോഴും മാസ് കാണിക്കുന്ന വ്യക്തി അതിൽ 100% മാസ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതായത് ലോജിക്കോടുകൂടി മാസാണ് കാണിച്ചത്. കാരണം ഒരു സാധാരണ ഇപ്പോൾ തമിഴ് സിനിമയിൽ പോലും അടിച്ചു കഴിഞ്ഞാൽ രണ്ടൊരു പറക്കുന്നത് അതൊക്കെ തന്നെ ഇതിലും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള സിനിമകളിൽ ബാലകൃഷ്ണൻ കാണിച്ചിരിക്കുന്ന പോലെയല്ല ഈ സിനിമയിൽ ഒരു അൾട്ടിമേറ്റ് ഒരു മൂവിയും ആണ് അദ്ദേഹത്തിന്റെ പറഞ്ഞ ബെസ്റ്റ് മൂവിയായിട്ട് എനിക്ക് തോന്നിയത്. അതോടൊപ്പം ഇതിൽ എടുത്തു പറയേണ്ട മറ്റു ജോഡികൾ പറയുന്നത് പ്രിയാക ജയ്സ്വാൾ, ശ്രദ്ധ ശ്രീനാഥ്, പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. അദ്ദേഹത്തിന്റെ എൻട്രൻസ് തന്നെ സെറ്റപ്പ് ആയിപ്പോയി. എന്നാൽ പിന്നെ ബോബി ഡോൾ ഉണ്ട്, അദ്ദേഹമാണ് ഇതിന്റെ മെയിൻ വില്ലനായിട്ട് വരുന്നത്. ബോബി ഡോളിന്റെ ഒക്കെ ആ ഒരു പ്രസൻസ്, സ്ക്രീൻ പ്രസൻസ് ഒക്കെ പറയുമ്പോൾ വളരെ എടുത്തു പറയേണ്ടത്. കാരണം അത് മൂവി ഭയങ്കര പ്രാധാന്യം കൂടി സ്റ്റോറിക്ക് തന്നെയാണ്. ആ സ്റ്റോറിയും അതിൻ്റെ ഒരു പശ്ചാത്തലം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിൽ ഈ ബോബി കൊള്ളിയുടെ ഒരു ഫിലിം വിഷൻ നമ്മൾ ഒരിക്കലും കാണാതിരിക്കാൻ പാടില്ല. അത്രമാത്രം നല്ല രീതി തന്നെയാണ് ഈ സിനിമയുടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് പറയുന്നത് നല്ലൊരു അനുഭവം. കാരണം നമുക്കൊരു എന്താ പറയുക, ഇതുവരെ തെലുങ്കിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പാക്കേജ് മൂവി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം ബാക്കിയുള്ള മൂവിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ലോജിക്കൊന്നുമില്ല, ഒരു മാരിപ്പെട്ട നമ്മൾ വെറുപ്പിക്കുന്നതാണ് സാധാരണ. പക്ഷെ അതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ്, എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ബാലകൃഷ്ണൻ തന്നെ ഒരു മൂവി ആയിട്ടുള്ളത്. കാരണം എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവി മേക്കിംഗ്, ഒരു കഥയുടെ ഒരു പശ്ചാത്തലവും അതുപോലെ ആ കഥ പറയുന്ന രീതിയും അതുപോലെ ആക്ഷനൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. കാരണം നല്ലൊരു നമുക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ തന്നെയാണ് ആക്ഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആക്ടിങ് പറയുമ്പോഴും ബാലകൃഷ്ണന്റെ ആക്ടിങ് ഒക്കെ നമുക്ക് അങ്ങനെ എന്താ പറയുക ക്ലാസ് അങ്ങനെ വലിയ ആക്ടിങ് ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം പക്ഷെ അത് മാസ് വൈകിങ് ആയിട്ടുള്ള ഒരു ആക്ടിങ് അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല സൂപ്പറാണ്. കാരണം മാസസ് പറയുന്നത് പിന്നെ ഡയലോഗ് എല്ലാം സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ഈ മൂവി നിങ്ങളൊന്ന് കണ്ടു നോക്കും, നല്ലൊരു സൗണ്ട് സിസ്റ്റം വെച്ച് സിനിമ കാണുകയാണെങ്കിൽ തമൻസിന്റെ മ്യൂസിക്കിന്റെ ഒരു രക്ഷത്തെ. കാരണം അതിനൊപ്പം തന്നെ ഇത് ഇടയ്ക്ക് നമ്മുടെ ഈ വില്ലന്റെ റോളും അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതരം ട്രീറ്റ്മെന്റിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. കാരണം ഈ സിനിമ എനിക്ക് ഭയങ്കര വർക്കാവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് തെലുങ്ക് മൂവി കാണുമ്പോൾ ആ തെലുങ്ക് മൂവിയുടെ ഒരു മൈൻഡ് വെച്ചിട്ട് കാണുക, അല്ലാതെ നമ്മൾ തെലുങ്ക് കാണുമ്പോൾ ക്ലാസ് മൂവി ആയിട്ടുള്ള കണക്ട് ചെയ്ത് നിൽക്കരുത്. കാരണം തെലുങ്ക് മൂവിയിൽ പക്ഷേ എന്നാലും തെലുങ്കിൻ്റെ ഇതുവരെയുള്ള അപരാധങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും അങ്ങനെ അപരാധമൊന്നും കാണിക്കാതെ, കാട്ടപരാധമൊന്നും കാണിക്കാതെ നല്ലൊരു മൂവി ആയിട്ട് തോന്നി, നല്ല സെറ്റപ്പ് ആയിട്ട്. കാരണം ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മൂവിയാണ്. ചിലപ്പോൾ ഒരു ഗൂസ് ബൂംസ് ഒക്കെ ഇടയ്ക്ക് വരും. കാരണം തമൻസിൻ്റെ ആ ഒരു മ്യൂസിക്സ് കൊണ്ട് സെറ്റപ്പ് ആയിരിക്കും. കാരണം നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയ്ക്ക് കൊടുത്തേക്കുന്നത്. അതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും, പ്രവീൺ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ, പിന്നെ ഇതിൻ്റെ എടുത്തു വരുന്ന എല്ലാ വില്ലൻസും നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഋഷി പറഞ്ഞ വ്യക്തി, പിന്നെ അങ്ങനെ കുറേ അത്യാവശ്യം നല്ല ആക്ടേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ആ ഒരു ക്വാളിറ്റിയും സെറ്റപ്പ് ആയിട്ടുണ്ട്. സിനിമ അങ്ങനെ ഷൈൻ ടോം ചാക്കോ എന്തുകൊണ്ട് ഈ സിനിമ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്കോൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഒരു എൻട്രിങ് ആണ്. ടോളിവുഡിലേക്ക് ഒരു എൻട്രൻസ് ചെയ്തിരിക്കുന്നത് ഒരു നല്ലൊരു സൂപ്പർ ഒരു എൻട്രൻസ് തന്നെയാണ്. കാരണം അത്രമാത്രം നല്ല രീതിയിലുള്ളൊരു ഫിലിമാണിത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ സിനിമ കണ്ടു നോക്കൂ, നല്ല ഒരു ഇടിപൊളി സിനിമയാണ്. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഈ ഒരു പ്ലോട്ട് കാണാൻ പറ്റുന്നത് KGF ഒരു പ്ലോട്ടായിട്ട് ചിലപ്പോൾ
കാണാൻ പറ്റുന്നതിലേക്ക് ഈ ദക്കു മഹാരാജാവിൻ്റെ ഒരു എലിവേഷനൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ സമയങ്ങളിലൊക്കെ നമ്മുടെ കോറിയും മറ്റേ ആ ഒരു സംവിധാനം എല്ലാം കാണിക്കുന്നത് നമ്മുടെ KGF വന്നിട്ടുള്ള ആ ഒരു ചെറിയ പ്ലോട്ടൊക്കെ അതിൽ കയറി വരുന്നുണ്ട്. പിന്നെ അതിൽ നായികയ്ക്ക് വലിയ കാര്യമായിട്ട് റോളൊന്നുമില്ല. നായികയ്ക്ക് ചെറിയ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ശരീരം കാണിച്ച് ഒരു ചെറിയൊരു സെക്സി ആയിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം നായികയെ വെച്ചെന്ന് എനിക്ക് തോന്നി. കാരണം വലിയ റോളൊന്നും നായികയ്ക്കില്ല. പിന്നെ ബാലയുടെ മറ്റു മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ബാലയുടെ അങ്ങനെ മൊത്തത്തിലുള്ളൊരു കാട്ടാപരതം കാണിക്കുന്ന മൂവിയൊന്നും അല്ലത്. എല്ലാം കഥയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് എന്താ പറയുക, കഥയ്ക്ക് വേണ്ടി മാത്രം ചലിക്കുന്നൊരു നായകനായിട്ട് ബാലയെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതിന് എല്ലാ ക്രെഡിറ്റും പോകുന്നത് നമുക്ക് ഈ ഡയറക്ടറുടെ ബോബി കൊല്ലിക്ക് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും സിനിമ കാണൂ, നല്ലൊരു സിനിമയാണ്, കണ്ടു നോക്കൂ.